നമസ്കാരം കേട്ടോ. ഉണ്ണിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. പിന്നെ ഈ പുച്ഛം ഒന്നും പറയാനില്ല, സോറി, അത് പോട്ടെ. നമ്മളുടെ CSK ഫാമിലിയിൽ വരുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. എല്ലാവരും സഹായിക്കണം എന്നുള്ള രീതിയിലാണ്, ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. കാരണം ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാവുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നമ്മളെ എന്താ പറയുക കൂടെ ഉണ്ടാവുക. അതേപോലെ തന്നെ ഞാൻ കുറച്ച് വിട്ടത് കാരണം കൊണ്ടല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും വിചാരിക്കണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമുക്ക് സപ്പോർട്ട് തരുന്ന ആളുകളുണ്ട്, എന്തിനും കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. വാക്കുകളിൽ അത് ഇനി ഞാൻ പറഞ്ഞ ചിലപ്പോൾ അതിന് പ്രസക്തി ഇല്ലാണ്ടാവും. കാരണം എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി, നിങ്ങൾ CSK ഫാമിലിയെ ചേർത്ത് പിടിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അതിലൊരുപാട് സന്തോഷം, സ്നേഹം. എപ്പോഴും നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കുടുംബം എല്ലാവരിലേക്കും എത്തിക്കാനും എല്ലാവർക്കും സഹായം കൊടുക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സഹായങ്ങൾ ഇനിയും തരിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ മാറ്റി വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒരുപോലെയല്ല. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് എല്ലാവരെയും സഹായിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എല്ലാ കാര്യവും കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഞാനും CSK ഫാമിലിയിലെ മെമ്പേഴ്സും ഭാരവാഹികളും. ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അവസരം എന്ന് കരുതിയിട്ട് നമ്മളെ വളർത്താൻ വരുന്നവരോട് നിങ്ങൾ ഒന്ന് പറയുക, എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്താണോ ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ നിങ്ങൾ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. പക്ഷെ നിങ്ങളെ വഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറയുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.